നോർത്ത് കാരോലൈന ഫെലോയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളെല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ അച്ഛൻ, പ്രിയ സെക്രട്ടറി, പ്രിൻസിപ്പൽ ഞാനുമുണ്ട്. എൻ്റെ മലയാളം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോയാൽ എന്നെ ഒന്ന് ക്ഷമിക്കണം. അവിടെ ഞങ്ങളെല്ലാം ഔട്ട്സൈഡ് കേരള ഒക്കെ വളർന്നവരാണ്. So many of you are also from there and many of you have come here. And ഞങ്ങൾ അച്ഛന്മാര് പോകുന്ന സ്ഥലം അനുസരിച്ച് ഞങ്ങളുടെ ഭാഷ മാറി. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് കോഴഞ്ചേരി ഇടവകയിലായിരുന്നു. കോഴഞ്ചേരി വലിയ പള്ളിയിൽ 3 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെയുള്ള മലയാളം എല്ലാം പഠിച്ചിട്ട് ബാക്കി എല്ലാ ഭാഷയും മറന്നു. ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പോലും മറന്നു. അങ്ങനത്തെ ഒരു അവസരമായിരുന്നു. ഇറ്റ് വാസ് സോ ഇന്റൻസീവ്. അതിനു മുമ്പേ ഞാൻ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിച്ചു. സെമിനാരിയിൽ പഠിച്ചപ്പോൾ അതിലേറ്റവും ചില നല്ല ബന്ധങ്ങൾ ഇപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. One is our Vijesh Achan. He has many good qualities which you all have experienced. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു ബലൂൺ പോലെയാണ്. He carries everything up. നിങ്ങളെയൊക്കെ പൊക്കാൻ, ഒന്ന് ഉയർത്താൻ, ഒരു അടുത്ത തലത്തിൽ കൊണ്ടുപോകാൻ അച്ഛന് സാധിക്കും. നിങ്ങളൊന്ന് കെട്ടി അല്പം താഴെ പിടിച്ചാൽ മതി. He will take you up. ഇത്രയും ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഫസ്റ്റ് ടൈം ഐ കമ്മിങ് ടു ദ റാലി മാർത്തോമ ചർച്ച്. നമ്മുടെ ജോൺ പി വരസ് അച്ഛൻ്റെ ഫാദർ ഈ ലോകം വിട്ടു പോയപ്പോൾ at that time when I was in Washington DC, അന്ന് ഞങ്ങളെല്ലാവരും പാസനേജ് വന്ന് അല്പസമയം ഇരുന്നു. അച്ഛൻ കുറച്ചമാർ അന്ന് അല്പസമയം ഇരിക്കാൻ സാധിച്ചു. And we are grateful for the good leaders Lord is providing you. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ നേതൃത്വത്തിനായി ദൈവത്തിന് സ്തോത്രം. ഓരോ സമയത്ത് ഓരോരുത്തരെ ദൈവം വഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫലമാണോ എന്ന് അറിയുന്നില്ല. എങ്കിലും ഈ അച്ഛന്മാരുടെ ശുശ്രൂഷയും നിങ്ങളുടെ ഒരു പിന്തുണയും ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാണ്. May God bless you and your service and ministry together. ഞാൻ ഈ ദേശത്ത് ആയിരുന്നു, in the Southeast Center C. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ ന്യൂയോർക്കിൽ പോയിരിക്കുകയാണ്. അവിടെ ഓരോ ശുശ്രൂഷകൾ പങ്കുചേരുമ്പോൾ ഞായറാഴ്ച മാത്രമേ ഈ പള്ളിയിൽ ജനങ്ങളെ കാണാനുള്ള അവസരമുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. ഡയസിസ് അഭിനന്ദ തിരുമേനിയോട് ചേർന്ന് ഈ ഭദ്രാസനത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അത് ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും എനിക്ക് യാത്രയായിരുന്നു. ദൈവത്തിന്റെ ഹിതമാണെന്ന് അറിയത്തില്ല, ഈ 2 ആഴ്ചയും എന്റെ ഫ്ലൈറ്റ് മിസ്സായി. കഴിഞ്ഞ ആഴ്ച ഹ്യൂസ്റ്റണിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് മിസ്സായി. ഇന്ന് രാവിലെയും ഫ്ലൈറ്റ് മിസ്സായി. ബട്ട് the good thing was, instead of getting a longer flight, I got a shorter flight here. Almost around the same time I could reach. സാധാരണ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം ഇതാ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. രാവിലെ മുതൽ ഞാൻ ഓടുവാണ് ഫ്ലൈറ്റ് മിസ്സാകാതെ പിടിക്കാൻ. എന്നാൽ ഇവിടെ ഈ സമയത്ത് നിങ്ങളെയൊക്കെ കാണുവാൻ സാധിക്കുന്നത് it is God's will, and for that I am eternally and always grateful. ഇന്ന് നമുക്ക് അല്പസമയം ധ്യാനത്തിനായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിന്റെ 8-ാം അധ്യായം, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കേട്ടു. 1 Samuel chapter 8 verses from 1 to 3. അതിന്റെ താഴെയുള്ള 2-3 വാക്യവും ഒരാൾക്ക് വായിക്കാം. 1 Samuel chapter 8 verses 4 to 7 ഒരാൾക്ക് വായിക്കാം. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചെയ്തു, നിന്നാൽ ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വേണം എന്നെയാകുന്നു തിരിച്ചിരിക്കുന്നത്. ഞാൻ അവരെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട്
എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം. എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിന്ദാഹം തീർപ്പാൻ അരുളുകദാസനിൽ വരമധികം പകരുവയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുവയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത അർത്ഥാം ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നുകൂടിയിരിക്കുന്നു. ഈ സന്ധ്യയിൽ നിന്റെ വിലയേറിയ സാന്നിധ്യം നൽകുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ ഒന്ന് നോക്കുവാൻ, കർത്താവേ, ഞങ്ങളുടെ പോരായ്മകളെ ഒന്ന് മനസ്സിലാക്കുവാൻ, കർത്താവേ, നീയും ഞങ്ങളുമായിട്ടുള്ള ബന്ധം കർത്താവേ എന്തായിരിക്കുന്നു എന്ന് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാൻ കർത്താവേ ഈ ദിവസം ഞങ്ങൾക്ക് വ്യക്തമാക്കണമേ. കർത്താവേ, ഈ വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് അവസരമാക്കണമേ. സംസാരിക്കാതെ കേൾക്കുന്ന മക്കളെ ഒരുപോലെ മാറ്റണമേ. യേശുനാമത്തിൽ പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. നമ്മൾ ഈ ഓരോ വേദഭാഗം വായിക്കുമ്പോൾ, particularly when we go back to the Old Testament, പഴയ നിയമം വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഈ ഭാഗം വായിക്കുന്നത്? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദാറ്റ് പോർഷൻ? എന്തിനാണ് ആ ഭാഗം ഇന്ന് വായിച്ചാൽ അതുകൊണ്ട് എന്താണ് അർത്ഥം? So many things we have to think of. അന്ന് ഇസ്രായേൽ മക്കൾ അവരെ പ്രത്യേകിച്ച് ശമൂവേലിലൂടെ അവർ ആഗ്രഹിച്ചത് ഒരു രാജാവിനെ. They wanted a king, a demand for a king. രാജാവിനെ ആഗ്രഹിച്ച് ആ ശമൂവേലിനോട് വന്ന് അവർ സംസാരിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പ്രത്യേകിച്ച് ഇന്ന് ഈ സമൂഹത്തിൽ നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ what is at the heart of our culture now? What is at the heart of our culture? ഇന്ന് ഈ ഒരു പുസ്തകം ഇങ്ങനെയുണ്ട്. There is this a story called The Western Dreaming. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകിച്ച് അതിന്റെ മെയിൻ ഡിസ്കഷൻ ഇതാണ്. The discussion is that the Western world is dying for the want of a story. ഈ പാശ്ചാത്യ ലോകത്തിന് ഒരു കഥയില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. The Western world is dying for want of a story. ഒരു കഥ ആവശ്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു ഈ പുസ്തകത്തിന്റെ ആരംഭം, it starts with the walk of Emmaus. എമൗസിലേക്ക് യാത്ര ചെയ്തു ശിഷ്യന്മാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശുവായിട്ടാണല്ലോ നടന്നു പോകുന്നത്. They experience Jesus Christ. അതാണ് ആ പുസ്തകത്തിന്റെ തുടക്കം. ഇന്ന് ഈ ലോകത്തിൽ നമ്മളെല്ലാവരും നിൽക്കുന്ന ഈ സമൂഹത്തിൽ നിങ്ങൾ എല്ലാവരും ഓരോ ദേശത്തു നിന്നാണ് വന്നത്. We all came from different places. നിങ്ങൾക്ക് ഓരോ സംസ്കാരങ്ങളുണ്ട്. നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് വന്നവരുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവരും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു സംസ്കാരം, the culture in US, culture in this land is so different. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ അവർ വളർന്നു വരുന്ന സാഹചര്യം, the children, their culture is so different. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു കൾച്ചറിന്റെ ഒത്തിരി നന്മകളുണ്ട്. There are many things. Personally success നേടുവാൻ വേണ്ടി നമുക്ക് ഓരോ വഴികൾ എല്ലാവർക്കും വേണ്ടിയാണ്. You have tracks to go forward. എല്ലാവരും അങ്ങനെ പഠിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റെയും ഓരോ ആവശ്യങ്ങളിൽ അവരെ തികഞ്ഞവരായിത്തീരുന്നു. എന്നാൽ അതേ സമയത്ത് when we look at this story today, എല്ലാവരും പറയുന്നത് എന്റെ സത്യമാണ് സത്യം. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത എന്റെ സത്യമാണ് സത്യം.
മൈ ട്രൂത്ത് ഇസ് ദ ട്രൂത്ത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായി തീർന്നിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്നത് എന്റെ ഭാഗം പിടിക്കണം, എന്റെ ശബ്ദം കേൾക്കണം, എന്റെ ന്യായം മനസ്സിലാക്കണം. എല്ലാവരും പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ എവിടെയാണ് പോയിരിക്കുന്നത്. In today's world, when people say only my story has credit, has merit, at that time we understand where this world is going. എന്റെ കഥ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. 3000 വർഷം മുമ്പേ നടന്ന സംഭവമാണ്. 3000 years back. അന്ന് ചില ഇങ്ങനെ പ്രായമുള്ള ആളുകൾ ഒരുമിച്ച് ചിന്തിച്ചത് ഞങ്ങൾക്ക് രാജാവിനെ വേണം. We need a king. Why is that thought there? കാരണം അവർ ലോകത്തെ ചുറ്റും കണ്ടപ്പോൾ അവർ കണ്ടൊരു കാര്യം, ചുറ്റുമുള്ള ലോകത്തിൽ അന്യദേശക്കാർക്ക് രാജാക്കന്മാരുണ്ട്. They have kings for all the other nations. നമുക്കും വേണം. We also require a king. ഞങ്ങൾക്കും ആവശ്യമാണത്. അങ്ങനെയുള്ള രാജാവിനെ ആഗ്രഹിച്ച് ചുറ്റും കണ്ട് ആ സംസ്കാരം അനുഭവിച്ചു, അത് സ്വീകരിച്ചു. അതേപോലെയുള്ളവരായി തീരാനുള്ള വലിയ വാഞ്ച. നമ്മൾ ഈ ലോകത്ത് നിൽക്കുമ്പോൾ അനേക കാര്യങ്ങൾ കണ്ട് അതേപോലെ ആകുവാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ എന്തായി തീരുന്നത്? What are we becoming? അതാണ് എൻ്റെ ഇന്നത്തെ ഈ പ്രസംഗത്തിന്റെ ഒരു ചോദ്യം. What are we becoming today? നമ്മൾ എന്താണ് ഇന്ന് തീരുന്നത്? ഈ 10 കൽപ്പന ലഭിച്ചപ്പോൾ അന്ന് പ്രത്യേകിച്ച് കർത്താവ് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഡു നോട്ട് കവറ്റ്. ഡു നോട്ട് കവറ്റ്. ആഗ്രഹം നമുക്ക് പ്രത്യേകിച്ച് സൂക്ഷിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ when we enter into the holy communion നമ്മൾ പാടി ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു ഗീതമുണ്ട്. ശോഭനിറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ പിന്നെ ദാസരാം ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം ശമനം ചെയ്യുവാനയ്യോ വിളിക്കുന്നു നിന്ന മധ്യേ. ഇത് പാടിയതെന്താണ്? ഈ പാടിയതെന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നല്ല പിച്ചൊക്കെ പിടിക്കും. എന്നാൽ what does this mean? ശോഭ നിറഞ്ഞ ആലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ദുശ്ചിന്ത ദുർമോഹം അതെല്ലാം ശമനം ചെയ്തിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കണം. എന്റെ ദുർവികാരങ്ങൾ, എന്റെ ദുരാഗ്രഹങ്ങൾ അവിടെ നിർത്തിവെച്ചില്ലെങ്കിൽ പിന്നെ ആരാധനയിൽ എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും? വേദപുസ്തകത്തിൽ ഒരു പ്രത്യേകമായ സത്യമുണ്ട്, നീയോ വളരണം, ഞാനോ കുറയണം. യു ഇൻക്രീസ്, ഐ ഡിക്രീസ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇവിടെ ഈ സ്വാഗതത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കോഴഞ്ചേരി ഇടവകയാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. ഈ കോഴഞ്ചേരി ഇടവക്കാർ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പോകുന്ന എല്ലായിടത്തും കോഴഞ്ചേരിക്കാരുണ്ട്. അത് പ്രത്യേകമായ ഒരു ജിനസാണ്, ഒരു പ്രത്യേക ടൈപ്പ് ഉള്ള ആൾക്കാരാണ്, ഒരു പ്രത്യേകമായ ഒരു സ്റ്റാൻഡേർഡ് വഹിക്കുന്ന ആൾക്കാരാണ്. കോഴഞ്ചേരി ഇടവക അവിടെ ഒരു കൊച്ചു പള്ളിയുണ്ട്. നമ്മൾ ഈ മാറാമണി കൺവെൻഷനിൽ പോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് സീൻ വലിയ പള്ളിയും കൊച്ചു പള്ളിയും. ഈ കൊച്ചുപള്ളി പഴയ പള്ളിയാണ്, 4 വർഷം മുമ്പേ അതുണ്ടായ പള്ളിയാണ്. അവിടെയും ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആ പള്ളിയിലെ ഈ മദ്ബഹയിൽ പ്രവേശിക്കാനുള്ള വാതില് വളരെ ചെറിയൊരു വാതിലാണ്. അച്ഛന്മാർ സൂക്ഷിച്ചില്ലെങ്കിൽ തലയും നെറ്റിയൊക്കെ മുട്ടിയിട്ട് വരും. അത് കേൾക്കും. വളരെ സൂക്ഷിച്ചിട്ട് വേണം ആ പള്ളിയിൽ ആരാധനയിൽ കയറാൻ. ആ വാതിലൂടെ കടക്കണമെങ്കിൽ ഏതച്ഛനായാലും അല്പം മാത്രം കുഴിഞ്ഞിട്ട് അത് പ്രവേശിക്കണം. യു ഹാവ് ടു ബെൻഡ്, പ്രോസ്ട്രേറ്റ്. അതൊരു സത്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ പള്ളികളെല്ലാം വലിയ വാതിലുണ്ട്,
ആളുകളൊക്കെ നെഞ്ചു വിരിച്ച് തലയിൽ പൊക്കി കയറി വരും. ദൈവത്തിന് മുമ്പാകെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ആരോ ആണ് എന്ന ആ ഭാവത്തോടെയാണ് നമ്മൾ വരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ചില ആർക്കിടെക്ചറിലൂടെ തന്നെ നിങ്ങൾ പുതിയ പള്ളി പണിയുമ്പോൾ ചെറിയൊരു സാധ്യത ഇവിടെ ഉണ്ടാകട്ടെ. When you get in the church, you have to bend. നമ്മൾ അല്പം കുനിഞ്ഞ് ദൈവത്തിന് മുമ്പാകെ, ദൈവമേ നിന്റെ മുമ്പാകെ ഞാൻ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ദുരാഗ്രഹങ്ങളെല്ലാം മാറ്റി നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ആരാധന ഒരു സത്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ ഈ വേദഭാഗത്തിലൂടെ ഞാൻ ഈ ശമൂവേൽ പ്രവാചകന്റെ ഒരു റെസ്പോൺസ് ആണ് താഴെ വായിച്ചത്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്കൊരു രാജാവ് ഉണ്ടാകുമ്പോൾ ആ രാജാവ് നിങ്ങളുടെ 10-1 നിങ്ങളുടെ ധനമെടുക്കും, നിങ്ങളുടെ ആഹാരം എടുക്കും, ഇതെല്ലാം ഈ രാജാവ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് രാജാവിന് വേണം. പിന്നെ പറയുന്നത് നിങ്ങളുടെ ദാസിദാസന്മാരെ അവർ ബന്ധികളാക്കും. അച്ഛൻ പറഞ്ഞില്ലേ എന്റെ കീഴിലെ അടിമത്തം പ്രാപിച്ചത്, ഒരു അടിമത്തം അവർ അനുഭവിക്കും. ഞങ്ങൾ അടിമത്തം അല്ല അവിടെ ചെയ്തത്, അതൊരു ഫോർമേഷൻ ആയിരുന്നു. എന്നാൽ തന്നെ അങ്ങനത്തെ ഒരു അനുഭവം ചില ആളുകളെ അവർ അടിമകളാക്കും. എന്നാൽ തന്നെ അവര് ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ വേണം. പിന്നെ അവസാനം ശമൂവേൽ പറഞ്ഞു, ഈ രാജാവ് മുഖാന്തരം നിങ്ങൾ ഒരു ദിവസം കരയും. യു വിൽ ക്രൈ ബിക്കോസ് ഓഫ് ദിസ് കിങ്. അന്നൊരു ദിവസം ഉണ്ടാകും എന്ന് അന്ന് ശമൂവേൽ പ്രവാചകൻ അന്ന് പറഞ്ഞു. എന്നാൽ തന്നെ അവരെല്ലാവരും പറഞ്ഞു, എങ്കിലും ഞങ്ങൾക്ക് രാജാവിനെ വേണം. വി വോണ്ട്. ജനമൊക്കെ കൂടുമ്പോൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ജനമൊക്കെ കൂടുമ്പോൾ നമുക്ക് സഭയായി നിൽക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടമായി നിൽക്കാം. We can be a crowd or we can be a church. Who do you want to be? ജനമൊക്കെ കൂടുമ്പോൾ നമുക്ക് സഭയായി നിൽക്കാൻ സാധിക്കും, അല്ലാതെ ഒരു കൂട്ടമായി നിൽക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കർത്താവിനെ ക്രൂശിക്കാൻ അവരെല്ലാവരും കൂടി വന്നപ്പോൾ അവരെല്ലാവരും ഇതാ പൊന്തിയോസ് പീലാത്തോസ് ചോദിക്കുന്നു, ഇവൻ എന്തോ പാപം ചെയ്തു? അവർ പറഞ്ഞു, അവനെ ക്രൂശിക്കാൻ. Crucify him. That was a crowd. In crowd we take some decisions and those decisions are not godly. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ സഭയായി നിൽക്കുമ്പോൾ ദൈവമാണ് മുമ്പേ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ശമൂവേൽ അന്ന് അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഇന്നൊരു രാജാവിനെ എടുത്താൽ ആ രാജാവ് നിങ്ങളുടെ നാശത്തിന്റെ കാരണമായി പിന്നെ ഭവിക്കും. ആദ്യമേ ശമൂവേൽ പ്രവാചകൻ 3000 വർഷം മുമ്പേ അത് ആ സമയത്ത് അവിടെ പറഞ്ഞു. That was a witness. അന്നൊരു സാക്ഷ്യമായി. ഇന്ന് ആ സാക്ഷ്യം നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഞാൻ ന്യൂയോർക്കിലാണ്. നിങ്ങൾ ഈ റെഡ് സ്റ്റേറ്റ് ആണോ ബ്ലൂ സ്റ്റേറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ന്യൂയോർക്കിൽ പ്രത്യേകിച്ച് ഈ പോളിറ്റിക്സ് കുറെ ആക്റ്റീവാണ്. റോഡ് സൈഡിൽ നോ കിങ്സ്, രാജാക്കന്മാരില്ല എന്ന ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കലി നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. നോ കിങ്സ്. ഈ യുദ്ധമൊക്കെ അതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഞങ്ങളൊക്കെ ഇന്ത്യക്കാരായതുകൊണ്ട് ഞങ്ങൾ ഒരു ഭാഗം എടുക്കുന്നത്. But still, when we know where this all leads to, ഇതെന്തിന്റെ കാരണമായി തീരുന്നു. നമ്മൾ ഒരു രാജാവിനെ ഒരു സ്ഥാനത്ത് നമ്മൾ അവിടെ കെട്ടിവെക്കുമ്പോൾ നമ്മൾ ആരെ ആ സ്ഥാനത്ത് മാറ്റുന്നത്? Could we remove from the throne? ദൈവത്തെ. അതാണ് സത്യം. പ്രത്യേകിച്ച് താഴോട്ട് നമ്മൾ ഈ രാജ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രയാസങ്ങളിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾ നമ്മൾ അന്യരുടെ മേളിലാണ് നമ്മൾ കെട്ടിച്ചുമക്കുന്നത്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഏറ്റവും ഭീഷണി. അതുകൊണ്ട് അവരെ ശ്രമിക്കണം, അവരെ മാറ്റണം. ആ പോളിറ്റിക്സ് ഇസ് ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ്, വ്യക്തികളെ, ഈ വ്യക്തി ഈ വ്യക്തി ഈ വ്യക്തി. അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ മാത്രമേ ഇന്നത്തെ ഒരു പ്രത്യേകമായ ചിന്ത. വി ഹാവ് ബിക്കം സോ മച്ച്. ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ്, നമ്മുടെ ഒരു പേഴ്സണൽ നേട്ടം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ന് ഈ ലോകത്തിന്റെ സംസ്കാരത്തിൽ only your truth matters എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരുടെ ജീവിതത്തിന്റെ അർത്ഥമെന്ത്? In today we all have become consumers.
നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. ഞാൻ ഈ ഓൺലൈൻ മീഡിയയിൽ നമ്മൾ ഓരോ കാര്യത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? വി ക്യാൻ ഡൗൺലോഡ് വാട്സ്ആപ്പ്, വി ക്യാൻ ഹാവ് ഫേസ്ബുക്ക് ഒക്കെ പഴയ ആൾക്കാരുടെ, ഇൻസ്റ്റാഗ്രാം, നെക്സ്റ്റ്, ട്വിറ്റർ, ഇതൊക്കെ നമുക്കുണ്ട്. ഇപ്പം എന്റെ ഒരു കൂട്ടുകാരൻ, ബോംബെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇഫ് യു get anything for free, you remember you are the product. നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് നമ്മളെ തന്നെ വിൽക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ എല്ലാം അതിന് നമ്മൾ കൊടുക്കുകയാണ്. We are selling ourselves. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ അല്പം സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ്സ് ഒക്കെ വരും അല്ലേ? എവറിത്തിങ് ഇസ് ടൈലർഡ് ഫോർ യു. എങ്ങനെ നിങ്ങളെ തന്നെ ഈ വാങ്ങിക്കാൻ വേണ്ടി സ്വാധീനിക്കുന്ന എങ്ങനെയാണ്? സ്വാധീന ശക്തികൾ ഈ ലോകത്തിൽ അതെല്ലാം ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നു. വി ആർ ഓൾ കൺസ്യൂമേഴ്സ്. ഇതൊക്കെ ചുറ്റും വന്നിരിക്കും. എന്നാൽ അവസാനം ഞാൻ ഒരു കാര്യം പറയുന്നതാണ്, ഇതിനകത്ത് വിശ്വാസത്തിന്റെ പങ്ക് എന്താണ്? വാട്ട് ഇസ് ദ റൂൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദിസ്? ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ, നോമ്പിന്റെ കാലത്തിൽ നമ്മളെല്ലാവരും കർത്താവിനെ കുരിശിലേക്ക് നീങ്ങുന്നു. വി ആർ മൂവിംഗ് ടു ദ ക്രോസ്. കർത്താവിനെ കുരിശിലേക്ക് നീങ്ങുമ്പോൾ ആ കുരിശയിൽ കർത്താവ് അവസാനമായിട്ട് പറഞ്ഞ ഒരു വാചകങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ ക്യാൻ കണ്ടിന്യൂ ഫർദർ. കർത്താവ് അവസാനമായിട്ട് പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയാണ്? ഓൺ ദ ക്രോസ്, ഇവർ ചെയ്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ഓക്കെ, പിന്നെ എന്തോ ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്താ പറഞ്ഞേ? എനിക്ക് ദാഹിക്കുന്നു. ഓക്കെ, കുടിപ്പാങ്ങലെന്ന് ചോദിച്ചു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നിങ്ങൾ എന്നെ ചൊല്ലിക്കറിയേണ്ട, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ, എന്റെ പ്രസംഗം അവിടെ. Psalms 22, 22-ാം സംഗീതം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഇതാ ദൈവത്തിന്റെ പുത്രനായ യേശു കുരിശിൽ തൂങ്ങി അവിടെ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തിന്? മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ എന്ന് അവിടെ പറയുമ്പോൾ അത് ഏത് ഒരു അവസ്ഥയിലാണ് കർത്താവ് അവിടെ ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്? എന്താ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ അല്ലേ? അതുവരെ അനുഭവിച്ച ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ മാറിപ്പോയി. സൈലൻസ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, മാറിപ്പോയി. ഞാൻ ഇതിന്റെ കാര്യം, ഞാൻ എന്താണ് ഇത് എന്ന് നിങ്ങളോട് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Why this happened? നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നവനാണ് യേശു അല്ലേ? നമ്മുടെ പക്ഷം എടുത്തു. ഇമ്മാനുവേൽ, he took our part. മനുഷ്യനെ പോലെ മനുഷ്യനായി ഇതാ ജീവിച്ച യേശു കുരിശിലേക്ക് നീങ്ങുകയാണ്. When he is moving to the cross, കുരിശിലേക്ക് നീങ്ങുമ്പോൾ ഈ മനുഷ്യർ, അവര് ഈ ശമൂവേൽ പ്രവാചകന്റെ കൂടെയുള്ള അന്നത്തെ വലിയ ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ഞങ്ങൾക്ക് ആരെ വേണം? ഞങ്ങൾക്ക് രാജാവിനെ വേണം. We need a king. ഈ ലോകത്തിന്റെ രാജാവിനെ വേണം, ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. അന്ന് ആരംഭിച്ച യാത്രയാണ്. They started a journey then. ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ഈ ലോകത്തിന്റെ രാജാവിനെ മതി എന്ന് പറഞ്ഞ യാത്ര. അങ്ങനെ ആ യാത്ര ആരംഭിച്ച് ഒരു പതനത്തിലൂടെ അടുത്ത പതനത്തിലേക്ക് നീങ്ങി പോയപ്പോൾ ആ പതനയാത്രയിൽ നമ്മുടെ കൂടെ രക്ഷിക്കാൻ വേണ്ട യേശു ആ യാത്രയിൽ തന്നെ മുമ്പോട്ട് തുടർന്നു. നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ ഭാഗം എടുത്തപ്പോൾ, നമ്മളെ പാപം വഹിച്ചപ്പോൾ, ആ സമയത്ത് യേശു അനുഭവിച്ച അനുഭവമാണ് ദൈവമില്ലാത്ത അനുഭവം. ഈ ലോകത്തിലെ എല്ലാം ഉണ്ട്, പക്ഷെ ദൈവമില്ല. There is no God. ആ സമയത്ത് നമ്മളെ ഭാഗമെടുത്ത യേശു വളരെ വേദനയോടെ ആ സമയത്ത് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. എന്തിനാണ് കൈവിട്ടത്?
നമ്മൾ ദൈവത്തെ ആദ്യം കൈവിട്ടു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആദ്യം കൈവിട്ടു. നമുക്ക് ദൈവത്തെ വേണ്ട. ഈ ലോകത്തെ രാജാവിനെ മതി. We only need the king of this world. We do not need God. അന്ന് അവർ തെരഞ്ഞെടുത്ത രാജാവാണ് ശൗൽ. ഇന്നത്തെ എന്റെ സ്ലൈഡ്സ് അതിനെ പറ്റിയാണ്. ശൗൽ രാജാവിനെ പറ്റിയാണ്. നമ്മൾ എങ്ങനെ ഈ ഒരു പഠനയാത്രയിൽ നിന്ന് എങ്ങനെ ഒരു രക്ഷാകരമായ യാത്രയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഇന്ന് ഈ രാത്രി ചിന്തിക്കാം. How can we go from this journey of destruction to a journey of salvation? രക്ഷയാത്രയിൽ എങ്ങനെ മുന്നേറാൻ സാധിക്കും? പ്രത്യേകിച്ച് നമ്മളെ ഒന്ന് ശക്തീകരിക്കാൻ, നമ്മളെ എങ്ങനെ ആത്മീയമായി ഒന്ന് പരിപോഷിപ്പിക്കുവാൻ ഈ രാത്രി എങ്ങനെ സാധിക്കും? പ്രത്യേകിച്ച് നമ്മുടെ ആദ്യമേ ഞാൻ പറഞ്ഞത് നമ്മുടെ മോഹങ്ങളിൽ, നമ്മുടെ ദുർവികാരങ്ങളെ ഒക്കെ ഒന്ന് വിലക്കി ഈ നോമ്പിന്റെ സമയം നമ്മൾ മുമ്പോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ തന്നെ ഒരു പുതിയ ഊഷ്മളത അനുഭവിക്കും. We can experience a new life in our relationships. God relates to one another. ആദ്യം ഈ ദൈവം സകല സൃഷ്ടിയോടാണ് ചേരുന്നത്. ദൈവം മനുഷ്യനോടാണ് ചേരുന്നത്. മനുഷ്യനും സകല സൃഷ്ടിയും തമ്മിലാണ് ചേരുന്നത്. ഇതെല്ലാം ഈ ലോകത്തിന്റെ ബന്ധങ്ങളാണ്. ദൈവമില്ലാതെ പോയാൽ ഇതെല്ലാം ഇല്ലാതെ പോകും. ദൈവമില്ലാതെ പോയാൽ ഇതെല്ലാം ഇല്ലാതെ പോകും. If God is not there holding this together, നമ്മൾ പറയുന്ന പോലെ നമ്മൾ മാറ്റിവെച്ച കല്ല് മൂലക്കല്ലായി തീരും. മൂലക്കല്ലില്ലെങ്കിൽ ഇത് നിലനിൽക്കത്തില്ല. അതാണ് അതിന്റെ സത്യം. Without the cornerstone, this structure will not stand. It will fall. അതുകൊണ്ട് ദൈവം മനുഷ്യരും പ്രകൃതിയുമായിട്ട് എല്ലാ ബന്ധത്തിലും ദൈവമാണ് ഏറ്റവും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനം. അവിടെ ദൈവത്തെ നെക്സ്റ്റ് മാൻ ശൗൽ. ഈ ശൗൽ രാജാവിനെ പറ്റി ഇവിടെ പറയുന്നത് ഈ രാജാവ് ഒരു രാജാവിനെ പോലെ കണ്ടൊരു മനുഷ്യനാണ്. അവനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. He is so good. ചിലപ്പോൾ ഈ ശമൂവേൽ പ്രവാചകനെ ഏൽപ്പിച്ച ദൗത്യമാണ് നമ്മൾ താഴെ കാണുന്നത്. ഈ ശമൂവേൽ പ്രവാചകന്റെ ദൗത്യത്തിൽ പ്രത്യേകിച്ച് ഈ അടുത്ത രാജാവിനെ ഏൽപ്പിക്കാൻ വേണ്ടി ശമൂവേലിനെ ദൈവം ഒരു അവസരം നൽകി. ടു ഫൈൻഡ് ദ ബെസ്റ്റ്. ശൗലിനെ അവിടെ ആ സ്ഥാനത്താക്കണം. ആ സ്ഥാനത്താക്കി ഒരു പുതിയൊരു രാജാവിനെ അവരെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഇതാ ദൈവം ശമൂവേലിനെ ഒരു പദ്ധതി ഏൽപ്പിക്കുന്നു. He gives them a position. The best. ശമൂവേൽ ചെയ്തൊരു കാര്യമാണ്. He mentored others. ഈ അടുത്തൊരു തലമുറ ഒരു ലീഡർഷിപ്പിനെ മെന്റർ ചെയ്യാൻ വേണ്ടി ഒരു അവസരം ശമൂവേൽ എടുത്തു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശമൂവേൽ അവർക്കൊരു വലിയൊരു വാർണിംഗ്, ഒരു ചേതാവനി. He gives them a great warning. ഇതാ ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ടാകും. എന്നാൽ ശൗലിന്റെ ചില നന്മകളെ പറ്റി നമ്മൾ കാണാം. Can we go to the next slide? ഇതാ ഈ ഗുഡ്നെസ് ഓഫ് എ കിങ്. ഈ ശൗൽ രാജാവിനെ പറ്റി നമ്മൾ താഴോട്ട് കാണുമ്പോൾ ഈ ശൗൽ രാജാവ് കാണാൻ ഭംഗിയുള്ളവൻ. ഈ ഏറ്റവും ഭംഗിയുള്ളവൻ. പിന്നെ തന്റെ മാതാവിനോട് തന്റെ പിതാവിനോട് പ്രത്യേക ഒരു അനുകമ്പയുള്ളവനായിരുന്നു. പ്രത്യേക ഒരു കരുതൽ ഉള്ളവനായിരുന്നു. പിതാവിനെ കരുതിയ ഒരു നല്ലൊരു മകൻ. He was very good. He was obedient. പിതാവ് പറഞ്ഞു എന്റെ ആടുകളെ പോയി മേയിക്കാൻ പറഞ്ഞു. അതിന്റെ പിന്നാലെ ഈ ശൗലും തന്റെ കൂടെയുള്ള പഴമക്കാരൊക്കെ പോയി അതൊക്കെ ചെയ്തു. പിന്നെ ഈ കൂടെയുള്ള ആളുകളെ അവരെ പ്രത്യേകിച്ച് അവർക്കുള്ള നല്ല മാനം നൽകി. He respected them. He was also humble. ഒരു വിനയമുള്ള ഹൃദയമുള്ളവനായിരുന്നു. പ്രത്യേകിച്ച് ഈ ശൗലിന്റെ പേരെടുത്തപ്പോൾ ഇതാ അവൻ മുമ്പോട്ട് വന്നില്ല. രാജാവായ അവൻ അല്പം വിനയം ഹൃദയത്തിലുള്ളതുകൊണ്ട് മുമ്പോട്ട് വരാതെ അവൻ മാറി നിൽക്കുക. എന്നാൽ തന്നെ അവനെ പിടിച്ച് കൊണ്ടുവന്നു അവനെ രാജാവാക്കി. He became the king. അവൻ രാജാവാക്കി. പ്രിയമുള്ളവരെ, നമ്മൾ പുറമേ കാണുമ്പോൾ ഈ വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാണ്.
He was fit to be a king. രാജാവാകാൻ വേണ്ടി എല്ലാ ഗുണങ്ങളുണ്ട്, നൂറുണ്ട്. എന്നാൽ മുമ്പോട്ട് നെക്സ്റ്റ് ഗോഡ്സ് വിൽ. ബാഹ്യമായ എല്ലാം നന്മയാണ്, എന്നാൽ ഉള്ളിലല്ല. വാട്ട് ഇസ് ഇൻസൈഡ്? പ്രത്യേകിച്ച് ഇവിടെ ഈ 1 ശമൂവേൽ അതിന്റെ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ 13-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സമയത്ത് കാണാം. ശമൂവേൽ ഇതാ ശൗലിനോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ: ഫിലിസ്ത്യര് 3000 രഥങ്ങളും അവിടെ 6000 കുതിരകളുമായി അവിടെ വരുന്നു. ഒരു വലിയൊരു ജനക്കൂട്ടം, വലിയൊരു ആർമി, വലിയൊരു സേന അവിടെ വരുന്നു. ഇത് കണ്ട് ഈ ശൗലിന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു വേദന, ഒരു ഭാരം, ഒരു ഭയം. ആ ഭയമാണ് ഈ ശൗലിന്റെ വീഴ്ചയുടെ കാരണം. ഈ ബാഹ്യമായി എല്ലാം കണ്ടപ്പോൾ, തന്റെ എതിരാളികളുടെ ഈ വലിയ ശക്തി കണ്ടപ്പോൾ ശൗലിന്റെ മനസ്സിലുണ്ടായ ഭയം, ആ ഭയം വലിയ വീഴ്ചയുടെ കാരണമായി പിന്നെ ഭവിക്കുന്നു. താഴോട്ട് നമുക്ക് വായിക്കാം. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 8-ാം വാക്യം, in 1 Samuel chapter 13 verses 8. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. മതി. ഇതാ ഒരു ക്രൈസിസ് പോയിന്റിൽ എത്തുക. 7 ദിവസം എനിക്ക് വേണ്ടി കാത്തിരിക്കെ ഞാൻ വരുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. ശൗൽ 7 ദിവസം കാത്തിരുന്നു, പിടിച്ചു. എന്നാൽ ജനമൊക്കെ കൂടെയുള്ളവരെല്ലാം വിട്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ ആ സമയത്തുണ്ടായത്, അവന് അടുത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. താഴോട്ടുള്ള വാക്യം, 9-ാം വാക്യം. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. മതി. ഇതാ അവൻ അതുവരെ പിടിച്ചു നിന്നു. എന്നാൽ അവനെ ഏൽപ്പിക്കാത്തൊരു ദൗത്യം ഈ പ്രയാസ സമയത്ത് അവൻ ചെയ്തു. He was not given the responsibility to do the sacrifice. പുരോഹിതന്മാർക്ക് വേണ്ടിയാണ്. ശമൂവേൽ പറയുന്നു, ഇതാ ഞാൻ വരുന്നു, I am coming. 7 ദിവസം വരെ അവൻ അന്ന് നിന്നു. എന്നാൽ 7-ാം ദിവസം അവൻ താഴോട്ട് പോയി. In difficult circumstances, how do we react? പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് നമ്മുടെ ക്യാരക്ടറിനെ കാണിക്കുന്നത്, അല്ലേ? ആണോ? There is a saying in English, a chain is only as strong as its weakest link. ഏറ്റവും ബലഹീനമായ കണ്ണിയുടെ ബലമേ ഉള്ളൂ ഒരു ചങ്ങലയ്ക്ക്, ഒരു മാലയ്ക്ക്, അല്ലേ? ഏറ്റവും ബലഹീനമായ കണ്ണിയുടെ ബലമേ ഉള്ളൂ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇവിടെ അവൻ ദൈവത്തെ വിട്ടുപോയി, അനുസരിക്കാതെ പോയപ്പോൾ അവൻ ആദ്യം ചെയ്തത് സ്വന്തം കരങ്ങൾ കൊണ്ട് അവൻ യാഗം കഴിച്ചു. പിന്നെ അവൻ ഓരോ പോരായ്മകൾ ഇങ്ങനെ പറയുന്നുണ്ട്. 11-ാം വാക്യത്തിൽ ശമൂവേൽ പറഞ്ഞു, നീ എന്തുകൊണ്ട് ഇത് ചെയ്തു? അപ്പോൾ അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്ന് നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്ന് ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്ന് ഞാൻ കണ്ടിട്ട് ഞാനിത് ചെയ്തു. എനിക്കിത് ചെയ്യേണ്ടി വന്നു. സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. എതിരാളികൾ വർദ്ധിക്കുന്നു, നീ പറഞ്ഞ അവധിയിൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യേണ്ടി വന്നു. ഐ ഡിഡ് ഇറ്റ്. ഞാൻ കാരണമാണ്. പ്രിയമുള്ളവരെ, കാരണങ്ങൾ പണ്ടേ തുടങ്ങിയത്, അല്ലേ? പണ്ടേ തുടങ്ങിയത് ആദാം ഹവ്വ മുതലേ അന്നേ തുടങ്ങിയതാണ്. അന്ന് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നീ എനിക്ക് നൽകിയ ഈ സ്ത്രീയാണ് കാരണം. സ്ത്രീ പറഞ്ഞു, ഇതെന്താണ് ചെയ്തത്? സ്ത്രീ പറഞ്ഞു, ഇതാ ഈ സർപ്പമാണ് അതിന്റെ കാരണം. ഈ ഒരു കൺവെൻഷനിൽ ഒരു അച്ഛൻ ഞങ്ങളുടെ മറവപ്പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഇത് ഒരു വ്യക്തി വളരെ പ്രയാസത്തോടെ പറയുന്നു, അന്ന് ആദം ഹവ്വ ഈ പ്രശ്നം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ ഒരു സുഖമായി ഏതൻ തോട്ടത്തിൽ ഒരു സന്തോഷ അനുഭവത്തിൽ ജീവിച്ചു പോയത്. പക്ഷെ അന്ന് ആ വ്യക്തി ഇതൊരു
വിട്ടുപോയതുകൊണ്ട്, അവർ വീണതുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഈ പ്രയാസത്തിലാണ്. അച്ഛൻ പറഞ്ഞു, നമുക്ക് പരിഹാരം ഉണ്ടാകും. ഈ ആളിനെ വീട്ടിൽ കൊണ്ടുപോയി ചില ദിവസങ്ങൾ വീട്ടിൽ പാർപ്പിച്ചു. ദൈവം കേട്ടതാണ്, എങ്കിലും ഞാൻ പറയാം. വീട്ടിൽ പാർപ്പിച്ചു. പിന്നെ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും എടുത്തു. അവിടെ ആ ലോക്കറിൽ കാശുണ്ട്, അവിടെ ഫുഡുണ്ട്, നിനക്ക് ആഹാരമുണ്ട്, എല്ലാം വേണം നീ ചെയ്തോ, നീ എടുത്തോ, നിനക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു. അവിടെ ഒരു പാത്രം ഞാൻ തിരിച്ചു വെച്ചിട്ടു, അത് മാത്രം തുടരുത്. ഒരു പാത്രം ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്, അത് തുടരുത്. ഒരു 4-5 ദിവസം വരെ ഈ വ്യക്തി പിടിച്ചത്. 4-ാം ദിവസമായപ്പോൾ ഈ പാത്രത്തിന്റെ കീഴിൽ എന്താ ഒന്ന് മാറ്റി നോക്കും. ഒരു പാറ്റയാണ് അച്ഛൻ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. ഈ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ്. പിന്നെ പറയാണ്, ആദാമിന്റെ പ്രശ്നമാണ്. ആദാമിന്റെ പ്രശ്നമാണോ? ഇത് ആദാമിന്റെ പ്രശ്നമല്ല, നമ്മളെല്ലാവരുടെ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ ആഗ്രഹം അതോടാണ്, അതിനുവേണ്ടിയാണ്. ശൗൽ ഇത് തന്നെ ചെയ്തു. ശമ്മേൽ പറഞ്ഞു, ഇത് ചെയ്യരുത്, ഡോണ്ട് ഡു ഇറ്റ്. He disobeyed. Disobedience, sin, പാപം, ഇതെല്ലാം അതിന്റെ ഒരു കാരണമായി, ഒരു ഭാവമായി നമുക്ക് ഈ സമയത്ത് അനുഭവിക്കാം. ടുഡേ നാം അതുകൊണ്ട് അന്ന് നടന്നത് പാപം മൂലം വിശ്വാസം അറ്റിപ്പോയി, ഡിസ്ട്രസ്റ്റ്, വിശ്വാസം അറ്റിപ്പോയി, ബന്ധം അറ്റിപ്പോയി. ഇതാ ശൗലിന് ഈ ഭരണം ചെയ്യുവാൻ ദൈവം നൽകിയ ആത്മാവിനെ ദൈവം തിരിച്ചെടുത്തു. God took it back. ആത്മാവിനെ നൽകുന്ന ദൈവമുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുവാനും ശക്തി ദൈവത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാനും ഓരോ കാര്യം നേടുവാനും ദൈവം നമുക്ക് സാമർത്ഥ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഈ കൂട്ടായ്മയിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം നമുക്ക് ആത്മാവിനെ നൽകിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ അവിശ്വസ്തത കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മിൽ നിന്ന് എടുക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. God can do that. That is possible. It is possible. പിന്നെ ആ സമയത്ത് കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ശൗലിനെ മാറ്റി അവിടെ വേറെ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് ദൈവമാക്കി. ആര്? ഡേവിഡ് വാസ് പ്ലേസ്ഡ് there. അല്ലേ? ദാവീദ് രാജാവ്, ദൈവത്തിന്റെ സുഹൃത്ത്, the friend of God, ദാവീദ് രാജാവിനെ അവിടെ ആക്കിയപ്പോൾ അവിടെ അനുഭവിച്ച ഒരു വലിയൊരു പുതുക്കമാണ്, ഒരു പുതിയ യാത്രയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ യാത്രയിലൂടെയാണ് പോകുന്നത്. We are all going through this journey today. We are going together. ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ വന്ന് ദൈവത്തോട്, കർത്താവിനോട് ഇങ്ങനെ പറയും, ഇതാ നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ സമയത്ത് കർത്താവ് പറയുന്ന ഉത്തരമാണ്, What does Christ say? Who are my brothers and my sisters? ആരെന്റെ സഹോദരന്മാർ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അത്രേ. The people who follow the will of God, they are my brothers and sisters. They are the church. നമ്മൾ കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരംഭിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിന്നെ എന്തോ ഈ പെട്ടെന്ന് പറയുമ്പോഴൊന്നും കേൾക്കത്തില്ല. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. എന്താ പറയുന്നത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ആരെ ഈ ഇഷ്ടം ചെയ്യും? Who will do that? നമ്മള്, വേറെ ആര്? We are the church. നമ്മളാണ് ഈ സഭ, നമ്മളാണ് ഈ തെരഞ്ഞെടുക്കുന്നത്, ദൈവത്തെ തെരഞ്ഞെടുക്കുന്നത്. We select God. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ദൈവമില്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകും. സഭയ്ക്ക് ഈ ലോകത്തിൽ ഒരു സാക്ഷ്യമാണ്, ഒരു ദൗത്യമാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള ദൗത്യമാണ്. ടു സ്റ്റാൻഡ് ഫോർ ഗോഡ്. ദൈവത്തിന്റെ കരങ്ങളായി, ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി, ദൈവത്തിന്റെ കാലുകളുള്ളവരായി, ദൈവത്തിന്റെ ശരീരമായി, സഭയായി നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ഈ നോർത്ത് കാരോലൈനയിൽ,
ഈ റാലിയിൽ നമ്മൾ നിൽക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥം. എന്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം അത് തന്നെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒരു നന്മ എന്ന് പറഞ്ഞാൽ, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ്: കർത്താവ് നമ്മളെ അവന്റെ സഹോദരി സഹോദരന്മാരായിട്ട് കണക്കിടുന്നു എന്നാണ്. Christ considers us as his brothers and sisters. അത് എത്രയും നന്മയുള്ള കാര്യമാണ് അല്ലേ? ആ ഒരു മഹാപദവി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അടുത്ത സ്ലൈഡിലേക്ക് വരാം. We have to understand there has to be a balance. നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു ബന്ധങ്ങളിലും നമ്മുടെ ഒരു യോജിപ്പിലും എങ്ങനെ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കും? അതിനുവേണ്ടി തൃത്വ ദൈവമാണ് നമ്മുടെ ഒരു മാതൃക, the triune God. ഈ തൃത്വ ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. I would like to finish my words by speaking about what the Trinity is. നമ്മളെല്ലാവരും കുരിശ് വരയ്ക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ, നിങ്ങൾ സ്ലൈഡിൽ നോക്കണ്ട, എന്നെ നോക്കിയാൽ നിങ്ങൾ കൈകളെ ഉയർത്തുക, raise your hands. ആദ്യം നമ്മൾ ഈ സാധാരണ കാത്തലിക്സ് എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? We use our 3 fingers, right? Yeah. Okay. And firstly we touch our നമ്മുടെ സീരിയസ് നമ്മുടെ നെറ്റി നോക്കിയിട്ട് അടുത്ത വന്നിട്ട് എന്താ പറയുക, നെഞ്ചത്ത് കൊണ്ടുവരും. പിന്നെ ഇടത്ത് വലത് അല്ലേ? ഓക്കെ. ഇതിന്റെ അർത്ഥം എന്താ? What is the meaning of this? സ്വർഗത്തിലുള്ള കർത്താവ് ഭൂമിയിൽ വന്നു, ഇടത്ത ഭാഗക്കാരുടെ വലത്തോട്ടാക്കി അല്ലേ? ഇവിടെ ഓർത്തഡോക്സുകാർ ചിലത് ഇങ്ങോട്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ഇടത്ത ഭാഗക്കാരെ വലത്തുള്ളവരെ ഇടത്തോട്ടാക്കിയതാണ്. അതല്ല അതിന്റെ അർത്ഥം. The meaning of the cross. Go to the next slide. അടുത്ത slide. ആദ്യം നമ്മൾ ഈ നെറ്റിയിലിടുമ്പോൾ നമ്മുടെ ചിന്തകളാണ്, our intellect. There we have orthodoxy, സത്യവിശ്വാസം. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മൾ അനുഭവിക്കുന്ന ആരാധന, അതൊക്കെ നമ്മൾ ആദ്യം ഏറ്റു പറയുന്നു. ഞാൻ സത്യമായിട്ട് ആരാധിക്കുന്നു. എന്റെ മനസ്സുകൊണ്ട്, എന്റെ ചിന്തകൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. താഴോട്ട് വരുമ്പോൾ എന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഞാൻ സത്യം പറയാണ്. എന്താണ്? എന്റെ വികാരങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. വിത്ത് മൈ ഇമോഷൻസ്, ട്രൂ ഇമോഷൻസ്. എന്റെ വികാരങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. പിന്നെ ഇരു കരങ്ങളെയും നമ്മൾ സ്പർശിക്കുമ്പോൾ എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. ഓർത്തഡോക്സി, ഓർത്തോപത്തി, ഓർത്തോപ്രാക്സി. നമ്മൾ സത്യവിശ്വാസം, നമ്മുടെ സത്യവികാരങ്ങൾ, നമ്മുടെ സത്യപ്രവർത്തനങ്ങൾ, ഇത് മൂലമാണ് നമ്മൾ ഒരു സഭയായി, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്. This is what we are. നമ്മൾ സാധാരണ ഇതൊക്കെ ചൊല്ലി, നിത്യാവിശ്വാസം പ്രമാണം ചൊല്ലി എങ്ങനെയോ ഒരു ഓട്ടം തികച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ എല്ലായ്പ്പോഴും കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തിനുമായി സാക്ഷീകരിക്കുക. ഇതാ നിനക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇനി എന്റെ ചിന്തകൾ നിനക്ക് വേണ്ടി, നിന്നെ പോലെയാണ്. എന്റെ വികാരങ്ങൾ നിനക്ക് വേണ്ടി, നിന്നെ പോലെയാകുക. എന്റെ കരങ്ങൾ, എന്റെ പ്രവർത്തനം നിനക്ക് വേണ്ടി, നിന്നെ പോലെയാകുക. ഒരു ഗീതം, അതിനെ ചരണം പാടി നമുക്ക് അവസാനിക്കാം. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വ
നമ്മുടെ ഉള്ളിൽ ഉള്ളങ്ങളെ അറിയുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മളെല്ലാം നമുക്ക് ഏൽപ്പിക്കാം. ഈ രാത്രിയിൽ യേശുവിനെ പോലെ ആത്മാവിനുള്ള വിളിയാണ്. To think like him, to feel like him, and also to walk and work like him. ദൈവത്തെ പോലെ ചിന്തിക്കുവാൻ, അനുഭവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ സഭയായി ഇടവകയായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ നമ്മുടെ ശുശ്രൂഷ മുന്നേറാം. പ്രത്യേകം ഞങ്ങളെ പ്രാർത്ഥനകളൊക്കെ എന്ന് പറഞ്ഞു. സ്തോത്രം കർത്താവേ. കർത്താവേ, അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ദിവസം കർത്താവേ അടിയങ്ങളുടെ പാരിഷ് കൺവെൻഷനായിട്ട് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കിയതിന് നല്ല കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയ ജോലച്ചനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ മകനെ കൂട്ടി വരുത്തി കർത്താവെ, അടിയങ്ങളോട് അവിടുത്തെ വചനം കർത്താവെ മായമില്ലാതെ ക്രൂശിന്റെ മറവിൽ നിന്ന് അടിയങ്ങളെ കുറിച്ച് കർത്താവെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് മനസ്സിലാക്കണം, എന്ത് ഗ്രഹിക്കണം എന്ന് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം കർത്താവെ ബാഹ്യമായതല്ല കർത്താവെ, അടിയങ്ങളുടെ ഉള്ളിൽ ഒരു രൂപാന്തരം പ്രാപിച്ചിട്ട് കർത്താവെ അടിയങ്ങളുടെ പ്രവൃത്തികളിൽ ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ നിന്റെ സന്നിധിയിൽ അടിയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. വചനം കർത്താവെ അടിയങ്ങളിൽ രൂപാന്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രയും പേർക്ക് അടിയങ്ങൾക്ക് കൂടി വരുവാൻ സാധിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മകന്റെ യാത്രയിലെല്ലാം കൂടെ ഇരുന്നുവല്ലോ കർത്താവെ, സ്തോത്രം. കൊടുത്ത കുടുംബത്തിനായിട്ട് കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തോത്രം. കർത്താവെ അടിയങ്ങളുടെ കർത്താവെ വിജീഷ് അച്ഛനെയും കുഞ്ഞമ്മയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്ന അവസ്ഥകളിൽ കർത്താവെ അവിടുത്തെ കൃപ കൂടെ ഇരുന്നുവല്ലോ കർത്താവെ. ഒരു താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ കർത്താവെ അവിടുത്തെ കരം കൂടെ ഉണ്ടെന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രയാസത്തിന്റെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ കർത്താവെ അവിടുന്ന് വഴികാട്ടിയായിട്ട് അടിയങ്ങൾക്ക് നല്ല ഒരു അഭയസ്ഥാനമായിട്ട് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലകളില് ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ തിരുമുഖം അടിയങ്ങൾക്ക് കർത്താവെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ബലഹീനരാകുന്ന കർത്താവെ സ്തോത്രം. അവിടുത്തെ ബലം അടിയങ്ങളിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ വചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവെ അത് അടിയങ്ങൾക്ക് ജീവിതത്തില് മാർഗദർശിയായിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം. ഇത്രത്തോളം അടിയങ്ങളോട് സംസാരിച്ചുവല്ലോ, അവിടുത്തെ വചനം കർത്താവെ അടിയങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾ വെറുതെ അത് കേട്ടു മടങ്ങുന്നവരായിട്ടല്ല കർത്താവെ, അടിയങ്ങളുടെ ഉള്ളില് നല്ല നിലത്ത് വീണ വചനം കർത്താവെ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് കർത്താവെ നല്ല 100ഉം 60ഉം മേനിയും ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ പ്രവൃത്തികളെ കർത്താവെ അവിടുത്തെ ഫലങ്ങളിൽ കർത്താവെ അവിടുത്തെ വെളിച്ചം പ്രാപിച്ച് ഈ ഇരുളും പ്രയാസവും വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ അടിയങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ പ്രകാശം പരത്തുന്നവരായിരിക്കാൻ സഹായിക്കണമേ. അടിയങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവെ പ്രതികൂലങ്ങൾ അനവധിയായിട്ടുള്ള സാഹചര്യമാകുന്നു കർത്താവെ, സ്തോത്രം. ലോകത്തിലും വളരെ കഷ്ടമുണ്ട് കർത്താവെ, എങ്കിലും അതിനെ ജയിച്ചിരിക്കുന്ന ദൈവം അടിയങ്ങളോട് കൂടെയുള്ളതിനായിട്ട് അവിടുന്ന് തരുന്ന പ്രത്യാശയ്ക്കായിട്ട് ആ ബലത്തിനായിട്ട് സ്തോത്രം കർത്താവെ, സ്തോത്രം. അടിയങ്ങൾക്ക് കർത്താവെ ഈ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവെ അടിയങ്ങൾ തളർന്നു പോകാതെ പ്രയാസപ്പെടാതെ കർത്താവെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവെ സന്തോഷം പ്രാപിക്കുവാൻ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരുമായിരിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ അടിയങ്ങൾക്ക് അതിന് സാധിച്ചിട്ടില്ല, പക്ഷേ അടിയങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാഹ്യമായതല്ല കർത്താവെ, അടിയങ്ങളുടെ ഉള്ളത്തെ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ കർത്താവെ, സ്തോത്രം. നിന്റെ സന്നിധിയിൽ അനുനേരം പരമാർത്ഥമായിട്ട് കർത്താവെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് പ്രാഗൽഭ്യത്തെ തരണമേ. അടിയങ്ങളെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ മനസ്സുകളെ ഒന്ന് തന്നെത്താൻ ഒന്ന് ശോധന ചെയ്ത് നിരസന്നിധിയിൽ താഴുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചർച്ചിനായിട്ട് ഒരിക്കൽ കൂടി കർത്താവെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും വേദനയിലുമായിരിക്കുന്ന കർത്താവെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ശരീരത്തിന്
സൗഖ്യവും ആത്മാവിന് കർത്താവെ ബലവും നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ കർത്താവെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന കർത്താവെ, ജോലി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടെല്ലാം കർത്താവെ ശ്രമിക്കുന്നവർക്കെല്ലാം കർത്താവെ അവിടുന്ന് വാതിലും വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ. അവരോട് കൂടെ ഇരിക്കണമേ. പുതുവഴികളെ നീ കാണിച്ചു കൊടുക്കണം. ബലം നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. പ്രായമായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയങ്ങളുടെ സംഘടനകളെ എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം തന്നതിനായിട്ട് ഒരിക്കൽ കൂടി ഓർത്ത് കർത്താവെ, അടിയങ്ങൾക്ക് തന്ന ഈ അവസരം കർത്താവെ മറ്റ് 1000 ദിവസങ്ങളിലേക്കാൾ ശ്രേഷ്ഠമാകുന്നു കർത്താവെ. സ്തോത്രം. നിന്റെ സന്നിധിയിൽ കർത്താവെ അല്പം നേരം ഇരിക്കുവാൻ നീ അടിയങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ഒരിക്കൽ കൂടി അവിടുത്തെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് എല്ലാ വിഷയങ്ങളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേട്ടത്തിന് പറയണമേ. ഇപ്പോൾ ഗായക സംഘം പാട്ട്